തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് ഇന്നത്തെ ആശയക്കുഴപ്പം. അവിടെ ആന്റണി രാജു സെൻട്രൽ മണ്ഡലത്തിലേക്ക് നേരിട്ട് LDF സ്ഥാനാർത്ഥിക്കായി എത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ അമൽ തനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അവിടെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയാണ് നിലനിൽക്കുന്നത് ആന്റണി രാജുവിന്. പക്ഷേ പ്രചരണത്തിനായിട്ട് ഇറങ്ങാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് മുൻ MLA മണ്ഡലത്തെ പ്രതികരിച്ച മന്ത്രി അവിടേക്ക് എത്തുന്നില്ല, LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്തുന്നില്ല? ഏകപക്ഷീയമായി LDF എടുത്ത തീരുമാനത്തിൽ ഇപ്പോഴും അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണോ ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കുറച്ച് വാക്കുകൾ മാത്രം ഇടുന്നത്? ഒപ്പം ബാക്കിയുള്ള 13 മറ്റ് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് എവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു എവിടെയെങ്കിലും? പ്രജീഷ്, തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലും തീവാറുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ കൃത്യമായൊരു മേധാവിത്വം പുലർത്തി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നല്ല മത്സരം എല്ലായിടങ്ങളിലും തന്നെ നടക്കുന്നുണ്ട്. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ നിയമമണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരാട്ടം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലുമായി തിരുവനന്തപുരം സെൻട്രലില്ല ഈ തിരുവനന്തപുരം മണ്ഡലമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായ ആന്റണി രാജു ഇത്തവണ പ്രചരണത്തിൽ സജീവമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. എന്തുകൊണ്ടാണ് ആന്റണി രാജു ഇറങ്ങാത്തത് എന്നുള്ള ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് ഒരു വീഡിയോ ഒക്കെ ആയി ആന്റണി രാജു പുറത്തേക്ക് വരുന്നത്. ആന്റണി രാജുവിന് മത്സരിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്തോ കോടതിയിൽ നിന്നും ഉണ്ടായ നിയമപ്രശ്നങ്ങൾ മൂലം ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നിയമപരമായുള്ള സാധ്യതകൾ തേടി ആന്റണി മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്തതാണ്. അപ്പോഴും കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഫലമായി ഉണ്ടായത്. അതിനാൽ തന്നെ ആന്റണി രാജുവിന് മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന ആന്റണി രാജുവിന് തനിക്ക് പകരമായി കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയേണ്ടി വരും. അതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നീണ്ടു പോയത്. ഒടുവിൽ CPM തന്നെ ഇടപെട്ടുകൊണ്ടാണ് സുധീർ കർമ്മനെ സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് ഇറക്കുന്നത്. വലിയ സ്വീകാര്യത ആദ്യഘട്ടത്തിൽ സുധീർ കർമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും ആന്റണി രാജു പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് ആന്റണി രാജു സജീവമാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ ഒരു ചിത്രം. തിരുവനന്തപുരത്താണെങ്കിൽ CP ജോൺ ശക്തനായൊരു സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ BJPയും ശക്തമായൊരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എവിടെ എന്നുള്ള ചോദ്യത്തിനാണ് ഇടതുപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ ആന്റണി രാജു അടക്കമുള്ള ആളുകളും മറുപടി പറയേണ്ടത്. മന്ത്രിയാക്കി ഇരുത്തിയതാണ് ഇടതുപക്ഷം ആന്റണി രാജുവിനെ. അതിൻ്റെ ഒരു നന്ദി കാണിക്കണം എന്നുള്ളതാണ് മറ്റ് ഇടതു നേതാക്കളൊക്കെ പറയുന്നത് രഹസ്യമായെങ്കിലും. പക്ഷേ ആന്റണി രാജു പരസ്യമായി ഇറങ്ങാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. നിയമത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും ശബരിനാഥിൻ്റെ അടക്കം പ്രതികരണം ഉണ്ടായിരുന്നു. നിയമപോരാട്ടം മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മുരളീധരൻ മത്സരിച്ചപ്പോൾ പോലും BJPയും അതോടൊപ്പം തന്നെ NDAയും LDFും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടത്തിനും അപ്പുറത്തേക്ക് തങ്ങളും BJP പ്രതിരോധിക്കാനുണ്ട് എന്നൊരു ചിത്രം നൽകുകയാണ് UDF. അതിനാലാണ് UDF ഇന്നലെ പരാതിയുമായി മുന്നോട്ട് പോയതും രാജീവ് ചന്ദ്രശേഖരനെതിരെ ഏതറ്റം വരെയും നിയമപോരാട്ടമായി പോകും എന്നുള്ള കാര്യമൊക്കെ ശബരിനാഥ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു മണ്ഡലങ്ങളിലും സമാനമായി തന്നെയുള്ള അവസ്ഥയാണ്. ശക്തമായി സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ രംഗത്താണ്. ശരി, അമൽ തേനംപറമ്പിലാണ് തലസ്ഥാന ജില്ല എങ്ങനെ ഇപ്പോൾ ഈ ദിവസം ചിന്തിക്കുന്നു, സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങൾ വിവരിച്ചത്.